എങ്ങനെയുണ്ട് നിങ്ങളെ മാറ്റൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരെയാണ്. ഇത് നമ്മുടെ വീട്ടില് തൊഴിലുറപ്പ് ചേച്ചിമാര് പണിയതാണ് അടിപൊളിയായിട്ട്. പൊന്നോ, ഈ വെയിലത്തൊക്കെ ഇത്രയും ഗിരിലോട്ട് ഈ പണി ചെയ്ത ചേച്ചിമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ചേച്ചിമാരെ കാണാൻ വേണ്ടി അടുത്ത സൈറ്റിലോട്ട് പോയി. ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെയാണ്, എല്ലാം അടുത്തുള്ളവരാണ്. പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ്. ഫോട്ടോ എടുത്തിട്ട് വേണം, അയച്ചു കൊടുത്തിട്ട് വേണം പണിക്ക് കയറാനുള്ളത്. ഇപ്പം എല്ലാം പുതിയ പുതിയ സെറ്റപ്പ് ആയതുകൊണ്ട് എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരിങ്ങനെ കൊടുക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ വരിയിലിങ്ങനെ നിൽക്കുകയാണ്. ചിലവർ ഈ ഫോട്ടോ എടുത്തിട്ടാണ് പണിയുള്ളത്. അതുവരെ അവർക്ക് വിശ്രമ ടൈമാണ്. പിന്നെ ഇതാണ് തൊഴിലുറപ്പ് ബുക്ക്, ഇതിൽ ഒപ്പിടണം. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അയലത്തുള്ള ചേച്ചിമാരും അമ്മമാരും എല്ലാവരുമാണ്. 2 മേറ്റന്മാരാണ് ഉള്ളത്. അപ്പോൾ ഒരു ചേച്ചി ഊഞ്ഞാലാടെയാണ് നല്ല ഇതായിട്ട്. അടുത്ത തൊഴിലുറപ്പിൻ്റെ ചിട്ടവട്ടങ്ങള് രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ 9 മണിക്ക് വരും. 9 മണിക്ക് രാവിലെ 9 മണിക്ക് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ജോലി ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴാണ് ഇറങ്ങുന്നത് നിങ്ങള്? ഉച്ചയ്ക്ക് 2 മണിക്ക് സൈറ്റിൽ വരണം. പിന്നെ ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് ജോലിക്ക് പോകും. എന്നിട്ട് വൈകിട്ട് എപ്പം തീരുന്ന? വൈകിട്ട് 5 മണിക്ക് പോകും. 5 മണിക്ക് ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് ഒപ്പിട്ടിട്ട് പോകും. ഫോട്ടോ എടുക്കുക, അത്രയല്ലേ ഉണ്ട്. ഓക്കെ, ഇനി അപ്പം ജോലിക്ക് ഇറങ്ങിയാണ്. ഓക്കെ, 5 മണിയാകുമ്പോൾ എല്ലാവരും ഇറങ്ങും. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളെ മാറ്റൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മാറ്റന്മാരാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ട് ഇപ്പൊ ശമ്പളം ഒരു ദിവസം? 330 ശമ്പളമൊക്കെ ഒരു മിനിമം ഒരു 500 രൂപ ആക്കണം അല്ലേ? 500 ആക്കണം. സർക്കാർ ഇത് കാണുകയാണെങ്കിൽ ഒരു 500 രൂപ ആക്കി കൊടുക്കണം ഇവർക്ക്. ഈ വെയിലത്തൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് അളന്നിട്ട് കൊടുക്കോ? അളന്നിട്ട് കൊടുക്കൂലേ? ഇപ്പൊ എത്രയാണ് ശമ്പളം? എത്രയാണ് ഇപ്പൊ ഒരു ദിവസം? 369. അപ്പൊ ഒരു 500 എങ്ങനെ ആക്കി കൊടുക്കണം അല്ലേ നിങ്ങൾക്ക്? 400. പിന്നെ ഈ നാട്ടിലെ കുട്ടികളെ കൊല്ലുന്നതും ആ നിയമം നാട്ടുകാരും പോലീസും പിഴവാണ്. ആ കൊല്ലുന്ന അവന്മാരെ കെട്ടിപ്പിടിച്ച് മറച്ചു കൊണ്ടുപോയി സംരക്ഷിക്കാൻ നോക്കുന്നു. ജനങ്ങൾ ഇടിച്ചിടിച്ച് അവനെ ഒരു സ്ഥലത്തും പോകരുത്. അവളെയും അറിഞ്ഞു കൊല്ലണം. ഒരു കൊച്ചിനെയാണ് കൊന്നതല്ലേ ഇപ്പം? 1.5 വയസ്സാണ്. ഞാൻ നോക്കിയെന്നെ അതാണ്. കൊള്ളാമോ? എന്തൊരു നിയമം, എന്തൊരു കോടതി! സത്യം, ആരും കൊള്ളത്തില്ല. അപ്പൊ എല്ലാവർക്കും ഓക്കെ. ഒരു ടാറ്റ പറഞ്ഞ എല്ലാരും ടാറ്റ. ഓക്കെ ഗെയ്സ്, അങ്ങനെ ചേച്ചിമാരൊക്കെ അപ്പുറത്ത് പണിയൊക്കെ നടക്കുകയാണ് ഗെയ്സ്. അങ്ങനെ ഇനി ഇപ്പുറത്തും കൂടെ ഇവരിനി അടുത്ത പണി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം കട്ട വെയിലാണ്. ഈ കട്ട വെയിലത്ത് ഇവർ പണിയൊക്കെ ചെയ്യുന്നത് തന്നെ ഒരു വേറൊരു ലെവൽ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് ഇവരിപ്പോൾ പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞൊക്കെയാണ്. ഇവർക്കിപ്പോൾ ശമ്പളം 360 രൂപയാണ്. അതിൽ 500 ആക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ള സർക്കാരുമാരത് 500 ആക്കി കൊടുക്കേണ്ടതാണ്. ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത്. അങ്ങനെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ തൊഴിലുറപ്പ് ചേച്ചിമാർക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.